കേണൽ ഡിന്നി, എന്ത് പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്? നമുക്കറിയാം പഹൽഗാം സംഭവിച്ചപ്പോഴാണ് അതിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് നമുക്കറിയാം ബലാക്കോട്ട് ആക്രമണം നടത്തിയതും നമ്മുടെ ഓർമ്മയിലുള്ള കാര്യമാണ്. ഇതിപ്പോൾ ദേശീയ തലസ്ഥാനമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്താണ് സാധാരണ പൗരന്മാർ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തെ നേരിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ പാകിസ്ഥാനെതിരെ ഉണ്ടാവണമെന്നുള്ളത് പ്രധാനമാണ്. എങ്കിൽ പോലും തിരിച്ചടി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ? എന്തായിരിക്കും ഇന്ത്യയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? ശ്രീ അഭിലാഷ്, ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല, തിരിച്ചടി കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ടോ എന്ന് ഓൾറെഡി എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാനതൊരു ഒഫീഷ്യൽ ഇതിലിരിക്കുന്നതുകൊണ്ട് അത് പറയുന്നില്ല. അതായത് ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനിൽ തന്നെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഇസ്ലാമാബാദിൽ ഒരു ബ്ലാസ്റ്റ് നടന്നു, ഒരു കാർ ബ്ലാസ്റ്റ് തന്നെ ആയിരുന്നു. 12ഓളം അവിടുത്തെ ആളുകൾ അവിടെ മരിക്കുകയുണ്ടായി. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഭാരതിനെ സംബന്ധിച്ചോളം പാകിസ്ഥാന്റെ ഉള്ളിൽ എന്ത് കാര്യം ചെയ്യാനുള്ള ശേഷി ഭാരതത്തിനുണ്ട്. സോ ആ രീതിയിലുള്ള അസറ്റ്സ് ഭാരതത്തിനുണ്ട്, ആ രീതിയിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ രീതിയിലുള്ള അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഭാരതത്തിനുണ്ട്. കാരണം നമുക്കറിയാം, അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇവിടെ വന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിനെ ഫയറിങ്ങും ഫൈറ്റർ പ്ലെയിൻസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യായിരുന്നു. അപ്പം ഇന്ന് ഏത് രീതിയിൽ നോക്കിയാലും പാകിസ്ഥാനെ എവിടെ ടൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിസിബിൾ ആയിട്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളുണ്ട്, ശരിയാണ്. കാരണം പബ്ലിക്കിന്റെ മുന്നിൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി വരണമെങ്കിൽ നമ്മളൊരു അത് എനിക്ക് തോന്നുന്നു എല്ലാ ഓപ്ഷൻസും നമ്മളിൽ അവൈലബിൾ ആണ് ശ്രീ അഭിലാഷ്. അപ്പം വെറും ഒരു മിലിറ്ററി ഓപ്ഷൻ മാത്രമല്ല, എവറി ഓപ്ഷൻ, എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ചിലപ്പോൾ വൺ ഓഫ് ദ ഓപ്ഷൻസ് ഓൾറെഡി യൂസ് ചെയ്ത് കാണും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ യൂസ് ചെയ്യും. പക്ഷേ ഡെഫിനറ്റ്ലി പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർ ബാക്ക് ഫുട്ടിൽ തന്നെയാണ് എപ്പോഴും. ഞാൻ മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ ഓൾറെഡി എല്ലാ രീതിയിലുള്ള ഒരു അറ്റാക്ക് വരുന്നെന്നുള്ള രീതിയിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി എന്നുള്ളതാണ്. അതും അവർ ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രം ഭയമുണ്ട് അവർക്ക്. ഒരു കാര്യം, ഇങ്ങനെ ഒരു ടെറർ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അതിനൊരു തിരിച്ചടി കിട്ടും എന്നുള്ളത് അവർക്ക് മുൻകാല ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവർ ചെയ്യുന്നത്. അതും നമ്മളൊരു എന്താ പറയുക, ഒരു മോറൽ നമുക്കൊരു അപ്പർ ഹാൻഡാണത്. അപ്പം ഭാരതത്തെ സംബന്ധിച്ചോളം വളരെ ക്ലിയർ ആണ്, ടെററുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു സന്ധി ഇല്ല, ടെററുമായിട്ടുള്ള യാതൊരു ടോക്സ് ഇല്ല. പക്ഷെ എന്ത് രീതിയിലുള്ള അറ്റാക്ക് നടന്നാലും അതിനൊരു തിരിച്ചടി നമ്മൾ നൽകും. അത് എങ്ങനെ, എപ്പോ, എവിടെ, അതൊക്കെ എനിക്കൊന്നും അറ്റ് ദ ഹയസ്റ്റ് ലെവൽ അവർ തീരുമാനിക്കും. ആ രീതിയിലേക്ക് വരും. ചില കാര്യങ്ങൾ നമ്മൾ പുറത്തു പോലും അറിയത്തില്ല, പക്ഷെ അത് ചെയ്യുന്നുണ്ട്. അത് അറിയേണ്ടവരറിയും. അതാണ് പറഞ്ഞത്, ഇപ്പം എന്തെങ്കിലും പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അറിയേണ്ടവർ അറിയും, ഇത് ആരാണ് ചെയ്യിപ്പിച്ചത്, എങ്ങനെയാണ് നടന്നതെന്നൊക്കെ ഉള്ള കാര്യം. അതുകൊണ്ട് അജിത് ഡോവലിന്റെ കാര്യം പറഞ്ഞാൽ, ഇഫ് ദേ നോ ദ ഗെയിം വി നോ ദ ഗെയിം ബെറ്റർ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയ നമ്മൾ അത്രമാത്രം ഒരു ആശങ്കയുടെ ആവശ്യമില്ല. യെസ്, ഡെഫിനറ്റ്ലി ഒരു അറ്റാക്ക് നടന്നു. അതിനു വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കണം, അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രതിപക്ഷമായാലും ശരി, മാധ്യമ പ്രവർത്തകരായാലും സാധാരണക്കാരായാലും ശരി, ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം ഇതെല്ലാം നമ്മളെയൊക്കെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. ആ ചോദ്യത്തിന് സമയമാകുമ്പം ഏതൊക്കെ ആളുകളാണോ റെസ്പോൺസിബിൾ അവർ അതിന് ഉത്തരം പറയും. എല്ലാ കാര്യവും വന്ന് പുറത്തു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ എല്ലാ കാര്യവും പബ്ലിക് ഡൊമൈനിലേക്ക് തുറന്നു വിടുക എന്നുള്ളത് അസാധ്യമാണ് താനും.